ബോക്സ് ഓഫീസിൽ മിന്നിക്കുകയാണ് ദൃശ്യം 3 എന്ന സിനിമ. 2 ദിവസം കൊണ്ട് 75 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഈ ചിത്രം നേടിയെന്നാണ് ട്രാക്കർമാരുടെ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ ആദ്യ ദിവസം വേൾഡ് വൈഡിൽ നിന്നും 50 കോടി മറികടന്നുവെന്ന് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും പുറത്തുവരികയും ചെയ്തു. ഈ കണക്കുകൾ നോക്കുമ്പോൾ ഈ ചിത്രം ഇന്നേ ദിവസം 100 കോടി എന്നത് ഉറപ്പായും പിന്നിടും എന്നതിൽ യാതൊരു സംശയമില്ല. 2 ദിവസം കൊണ്ട് 75 കോടിക്ക് മുകളിലാണ് ഈ ചിത്രം വേൾഡ് വൈഡിൽ നിന്നും നേടിയെടുത്തിരിക്കുന്നത്. ഈ അടുത്തിടെ ഇറങ്ങി വലിയ കളക്ഷൻ നേടിയ ആട് 3യുടെ വീക്കെൻഡ് ഗ്രോസ് ആണ് വെറും 2 ദിവസം കൊണ്ട് ദൃശ്യം 3 മറികടന്നത് എന്നുകൂടി ഓർക്കണം. തുടരും, ലോക, ആടുജീവിതം, ലൂസിഫർ എന്നിവയുടെയും വീക്കെൻഡ് ഗ്രോസ് ആണ് ജസ്റ്റ് 2 ദിവസം കൊണ്ട് ദൃശ്യം 3 മറികടന്നിരിക്കുന്നത്. ഇതാണിപ്പോൾ ഒരു ചെറിയൊരു പോസിറ്റീവ് അഭിപ്രായം എന്നാൽ മോഹൻലാൽ സിനിമയ്ക്ക് സംഭവിക്കുക. ഭീകരമായൊരു പോസിറ്റീവ് റിവ്യൂ വന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ട് വരുന്ന ഒരു മോഹൻലാൽ സിനിമയ്ക്ക് വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ദൃശ്യം 3യുടെ ഈ റിസൾട്ട് കാണുമ്പോൾ അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലും ബുക്ക് മൈ ഷോയിൽ തകർപ്പൻ ടിക്കറ്റ് വിൽപ്പനയാണ് നടന്നത്. ഏതാണ്ട് 30K മുകളിലുള്ള ടിക്കറ്റ് വിൽപ്പന നടക്കുന്നു എന്നത് കാണാൻ കഴിയും. ഈ ശനിയും ഞായറും ഒക്കെ ദൃശ്യം 3 ശരിക്കും ബോക്സ് ഓഫീസിൽ കത്തിക്കാൻ പോകുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള ബിഗ് നമ്പേഴ്സ് ദൃശ്യം 3യെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ടോപ്പ് 2-ലാണ് വേൾഡ് വൈഡിൽ ദൃശ്യം 3 വന്നു നിൽക്കുന്നത്. ട്രാക്കർമാരുടെ കളക്ഷൻ പ്രകാരം 43 കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്നും 50 കോടി ഉറപ്പിച്ചു കഴിഞ്ഞു. എമ്പുരാൻ എന്ന സിനിമയുടെ തൊട്ട് താഴെ ദൃശ്യം 3 വന്നു നിൽക്കുകയാണ്. ഇത് വരുമ്പോൾ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, വിജയ ഫോർമുല. മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിച്ചാൽ അത് 100% വിജയം സമ്മാനിക്കുന്ന കോംബോയായി മാറിക്കഴിഞ്ഞു. ഇനിയും ഇവരുടെ ഇടയിൽ നിന്നും ഗംഭീര സിനിമകൾ വരും എന്നതിൽ യാതൊരു സംശയമില്ല. മോഹൻലാൽ നായകനായി വരുമ്പോൾ ജിത്തു ജോസഫ് ഫയർ മോഡിലാണ്. മറ്റ് സിനിമകളുടെ പഴിയെല്ലാം ഒരൊറ്റ സിനിമയിൽ നിന്നും അദ്ദേഹം പോസിറ്റീവാക്കി മാറ്റും. അതാണിപ്പോൾ ദൃശ്യം 3യിലൂടെ സംഭവിച്ചിരിക്കുന്നതും. ലോകയും വാഴ 2-ഉം നേടിയ റെക്കോർഡുകൾ ഒന്നും പോലും ബാക്കി വെക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ദൃശ്യം 3 ബോക്സ് ഓഫീസിൽ വേട്ട നടത്തുന്നത്. മലയാളത്തിലെ ഏറ്റവും മികച്ച മൂവി ഫ്രാഞ്ചൈസിയുടെ 3ാം ഭാഗം അനൗൺസ് ചെയ്തപ്പോൾ പലരും മുഖം ചുളിച്ചിരുന്നു. എന്നാൽ പലരെയും അമ്പരപ്പിക്കുന്ന ഗംഭീര വരവേൽപ്പാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. റിലീസ് ചെയ്ത് ആദ്യ ദിവസം തന്നെ 43 കോടിയോളമാണ് ദൃശ്യം 3 ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. 16 കോടിക്ക് ഒരുങ്ങിയ ചിത്രം പ്രീ റിലീസ് ബിസിനസ്സിലൂടെ ബജറ്റിന്റെ 10 ഇരട്ടിയോളം സ്വന്തമാക്കിയിരുന്നു. തിയേറ്ററിലും ചിത്രം ആദ്യ ദിവസം തന്നെ ഹിറ്റ് സ്റ്റാറ്റസ് നേടിക്കഴിഞ്ഞു. ഇതിന് പിന്നാലെ മോഹൻലാൽ ജിത്തു ജോസഫ് കോംബോ സിനിമാ പേജുകൾ ചർച്ചയായിരിക്കുകയാണ്. ഇരുവരും ഒന്നിച്ച എല്ലാ സിനിമകളും ഹിറ്റായെന്നാണ് സിനിമാ പേജുകളുടെ കണ്ടുപിടുത്തം. 5 സിനിമകളാണ് ഇരുവരും ഒന്നിച്ചിട്ടുള്ളത്. എല്ലാം നിർമ്മാതാവിന് വൻ ലാഭമാണ് സമ്മാനിച്ചത്. ആദ്യം ദൃശ്യമായിരുന്നു, അതൊരു തിയേറ്റർ റിലീസായിരുന്നു. ദൃശ്യം 2-ഉം 12th മാനും OTT റിലീസ് ആയിരുന്നു. നേര് ദൃശ്യം 3 പിന്നീട് തിയേറ്റർ റിലീസായി എത്തി. എന്നീ സിനിമകളെല്ലാം നിർമ്മാതാവിന് വലിയ ലാഭം സമ്മാനിച്ചവയും പ്രേക്ഷകരുടെ പ്രതീക്ഷ കാത്തവയുമായിരുന്നു. മലയാളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ കോംബോയും ഇതുതന്നെയാണ്. 5 സിനിമകൾ നിർമ്മിച്ചത് ആന്റണി പെരുമ്പാവൂരാണെന്നതും ശ്രദ്ധേയമാണ്. ദൃശ്യം 3 50 കോടി ക്ലബിൽ ഇടം നേടിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ 50 കോടി ക്ലബുള്ള ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ കോംബോയായി ഈ ടീം മാറിയതും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ചിത്രമായി മാറി ചരിത്രമെഴുതിയപ്പോൾ നേരി 80 കോടിയിലേറെയാണ് ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത്. റെക്കോർഡ് തുകയ്ക്ക് ദൃശ്യം 2 ആമസോൺ പ്രൈമും 12th മാൻ ഹോട്ട്സ്റ്റാറും സ്വന്തമാക്കിയിരുന്നു. 2000-ന് ശേഷം മോഹൻലാലിന് ഏറ്റവും കൂടുതൽ ഹിറ്റ് സമ്മാനിച്ച ഒരേ ഒരു സംവിധായകനും ജിത്തു ജോസഫാണ്. ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം നടത്തുമ്പോഴും ദൃശ്യം 3ക്ക് നേരെ പലരും വിമർശനം ഉയർത്തുന്നുണ്ട്. ജിത്തു ജോസഫിന്റെ മേക്കിങ്ങിനെയാണ് പലരും വിമർശിക്കുന്നത്. മികച്ച അഭിപ്രായങ്ങൾ നേടുമ്പോഴും ഈ ചിത്രത്തിന് വിമർശനം പറയുന്ന പലരെയും നമുക്ക് കാണാം. എന്നിരുന്നാലും തിരക്കഥയിലെ പ്ലസും അതുപോലെ തന്നെ മോഹൻലാലിന്റെ പ്രകടനവും ഈ നെഗറ്റീവുകളെ മാറ്റി നിർത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. മോഹൻലാലിന്റെ പ്രകടനമാണ് ഏറ്റവും പോസിറ്റീവായി മാറിയിരിക്കുന്നത്. 4ാം ഭാഗം ഒരുക്കുന്നുണ്ടെങ്കിൽ ഈ വിമർശനമെല്ലാം ജിത്തു പരിഹരിക്കുമെന്നാണ് പലരും കരുതുന്നത്. എന്തായാലും 4ാം ഭാഗത്തിനും 5ാം ഭാഗത്തിനും ഒക്കെ ചാൻസ് ഉള്ള രീതിയിലാണ് ദൃശ്യം 3യെ പലരും ഇപ്പോൾ കാണുന്നതും.